DGP TP സെൻകുമാറിനെതിരെ പോലീസ് ആസ്ഥാനത്തെ ജൂനിയർ സൂപ്രണ്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി. കോൺഫിഡൻഷ്യൽ സെക്ഷനിൽ നിന്ന് DGP തന്നെ അകാരണമായി സ്ഥലം മാറ്റിയെന്നാണ് പരാതി. ജൂനിയർ സൂപ്രണ്ടായി താൻ പോലീസ് ആസ്ഥാനത്ത് എത്തിയിട്ട് 11 മാസം മാത്രമേ ആയിട്ടുള്ളൂ. 3 വർഷം തികയാതെ സ്ഥലം മാറ്റരുതെന്നാണ് നിയമം. ആഭ്യന്തര വകുപ്പ് ഇടപെടണമെന്ന ആവശ്യമുണ്ട്. പുറ്റിങ്ങൽ ജിഷ വധക്കേസിലെ ഫയലുകൾ വിവരാവകാശ പ്രകാരം നൽകാത്തതാണ് സ്ഥലം മാറ്റത്തിന് പിന്നിൽ എന്നാണ് പരാതി. റഹീസ് റഷീദ് വിശദാംശങ്ങളുമായി. റഹീസ്, വീണ്ടും ചുമതല ഏറ്റെടുത്ത് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ആഭ്യന്തര വകുപ്പിന് DGPക്കെതിരെ ഒരു പരാതി നൽകുന്നത്. എന്താണ് ഈ പരാതിയുടെ സ്വഭാവം? എത്രമാത്രം ഗൗരവതരത്തിലുള്ളതാണ് ഈ പരാതി? സൈഫുദ്ദീൻ, സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാറിനെതിരെ നേരിട്ട് ആരോപണം ഉന്നയിക്കുന്ന ഒരു പരാതിയാണ് കോൺഫിഡൻഷ്യൽ സെഷനിലെ സൂപ്രണ്ട് VL കുമാരി ബീന ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സുബ്രത വിശ്വാസത്തിന് എഴുതി തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. പരാതിയുടെ ഒരു കോപ്പി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. പരാതിക്ക് പറയുന്ന കാര്യം, ഇന്നലെ കോൺഫിഡൻഷ്യൽ ജൂനിയർ സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് ബീനകുമാരിയെ മാറ്റിയിരുന്നു. മാറ്റുന്നതിന് ഒരു തരത്തിലുള്ള കാരണവും നിലവിലില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അത്തരത്തിലൊരു മാറ്റം നടത്തിയത്. തന്നെ മാറ്റിയതിനു ശേഷം മറ്റൊരാൾ ഈ പോസ്റ്റിലേക്ക് നിയമിച്ചെങ്കിലും അദ്ദേഹം ഈ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് DGP അറിയിച്ചു. ഇതിനാൽ മറ്റൊരാളെ ആ പോസ്റ്റിലേക്ക് ചുമതലപ്പെടുത്തി. അതായത് മാറ്റി 1 മണിക്കൂറിനകം തന്റെ പോസ്റ്റിലേക്ക് 2 പേരെ നിയമിച്ചുള്ള ഉത്തരവ് TP സെൻകുമാർ പുറത്തിറക്കി എന്നാണ് പറയുന്നത്. ഇതിൽ കാരണമായി അവർ പറയുന്നത് കോൺഫിഡൻഷ്യൽ സെഷനിന്റെ കയ്യിലുണ്ടായിരുന്ന പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന്റെയും ജിഷ വധക്കേസ് അപകടത്തിന്റെയും ഫയലുകൾ TP സെൻകുമാർ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിരുന്നു. ഒരു തരത്തിലും അത്തരത്തിലുള്ള ഫയലുകൾ നൽകാൻ കഴിയില്ല എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ താൻ ആ സമയത്ത് ഫയലുകൾ നൽകിയിരുന്നില്ല. ഇതിന്റെ പ്രതികാരം തന്നോട് തീർക്കുന്നു എന്ന് താൻ സംശയിക്കുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കാൻ ഇടപെടണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും സെൻകുമാർ വീണ്ടും നിയമിതനാകുമ്പോൾ സർക്കാരുമായി ഒരു തുറന്ന ഏറ്റുമുട്ടലിന് അദ്ദേഹം തയ്യാറാകുമോ, അല്ലെങ്കിൽ അതിന് മുതിരുമോ എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ എടുത്ത തീരുമാനങ്ങളാണ് ഇദ്ദേഹം റദ്ദ് ചെയ്യുന്നതും. അങ്ങനെ ഈ അവസരത്തിൽ നമ്മൾ കരുതേണ്ടതുണ്ടോ? ഇപ്പോഴത്തെ ആ പരാതിയെ ഏതൊക്കെ അർത്ഥത്തിൽ കാണേണ്ടതുണ്ട്? തീർച്ചയായും ഇത് സാധാരണമായി വെറും ഒരു പരാതി എന്ന രീതിയിൽ ഈ പരാതിയെ കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവിയായിട്ടിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജൂനിയർ സൂപ്രണ്ട് ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ നേരിട്ട് ആരോപണം ഉന്നയിച്ച് ഒരു പരാതി നൽകുന്നത് അസാധാരണമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ രാഷ്ട്രീയ മാനം ഉണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കേണ്ടി വരിക. പ്രത്യേകിച്ച് ഇത് ഉൾപ്പെടെയുള്ള DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ നിയമിച്ച പല അവസാന ദിവസങ്ങളിൽ അദ്ദേഹം എടുത്ത പല തീരുമാനങ്ങളും റദ്ദ് ചെയ്യാനുള്ള ഒരു തീരുമാനം TP സെൻകുമാർ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി ആയിട്ട് തന്നെ വേണം ഇപ്പോഴുള്ള ഈ പരാതിയെ കാണാൻ. കൃത്യമായി ബീനകുമാരിയെ മാറ്റിയതിനു ശേഷം മറ്റൊരാളെ അവിടെ നിയമിച്ചപ്പോൾ അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ആ ജോലിയിൽ തുടരാൻ, താൻ ഈ പദവി ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചത് മുതൽ തന്നെ ഇതിന് പ്രത്യേക ഒരു രാഷ്ട്രീയ മാനം തന്നെ വരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോഴത്തെ ഈ പരാതിയെ കാണാം. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടികൾ എടുക്കാനുള്ള ഏത് തരത്തിലുള്ള നടപടികൾക്കാണ് സാധ്യത? ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുമ്പോൾ തീർത്തും ഗൗരവതരമായ സ്വഭാവത്തിലുള്ള ഒരു പരാതി എന്ന് കാണുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഏതൊക്കെ അർത്ഥത്തിലുള്ള നടപടികൾ സ്വീകരിക്കും DGPക്കെതിരെ? സർക്കാരിന് ഈ പരാതിയിന്മേൽ നടപടിയെടുക്കാനുള്ള ഒരു സാധ്യത ആദ്യം എടുക്കുക TP സെൻകുമാർ ഈ VL ബീനകുമാരിയെ മാറ്റി ഉത്തരവിറക്കിയത് റദ്ദ് ചെയ്യുക എന്നതാണ് സർക്കാരിന് മുന്നിൽ ആദ്യമായിട്ടുള്ള കടമ്പ. കാരണം ഈ പരാതിയിൽ തന്നെ സ്ഥലം മാറ്റിയതിൽ ഒരു കാരണവുമില്ല എന്ന് പറയുന്നു. അതിന്റെ നിയമവശങ്ങളും പറയുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥയെ ആ സ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 വർഷം ആ സ്ഥാനത്ത് ഇരിക്കണം. അതല്ലെങ്കിൽ വിജിലൻസ് കേസുകളോ അച്ചടക്ക നടപടികളോ അതല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ അങ്ങോട്ട് ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള സ്ഥലം മാറ്റം മാത്രമേ നൽകാവൂ എന്നാണ് പോലീസ് മാനുവലിലെ നിയമം. ഈ നിയമം അട്ടിമറിച്ചു എന്ന് തന്നെയാണ് പരാതിയിൽ പറയുന്നത്. ഇത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം സുബ്രത വിശ്വാസ് DGP TP സെൻകുമാറിനെതിരെ പോലീസ് ആസ്ഥാനത്തെ ജൂനിയർ സൂപ്രണ്ട് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് റഹീസ് റഷീദ് നൽകിയത്.